കഴിഞ്ഞ ദിവസം റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തിയിരുന്നു. അദ്ദേഹത്തെ ഊഷ്മളമായാണ് ഇന്ത്യ സ്വീകരിച്ചത്. പ്രധാനമന്ത്രി നേരിട്ടെത്തി തൻ്റെ രണ്ട് കരങ്ങളും വിരിച്ചുകൊണ്ട് അദ്ദേഹം പുടിനെ ആലിംഗനം ചെയ്തു. ശേഷം പുടിന് ഊഷ്മളമായിട്ടുള്ള സ്വീകരണം നൽകി. പുടിന് എന്താണ് പ്രധാനമന്ത്രി സമ്മാനമായിട്ട് നൽകിയത് എന്നുള്ളതാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി 2014 അധികാരത്തിലേറിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സന്ദർശനം എങ്ങോട്ടായിരുന്നു? അത് ജപ്പാനിലേക്കായിരുന്നു. ജപ്പാനിൽ അദ്ദേഹം ആദ്യം സന്ദർശനം നടത്തി. അന്നത്തെ ജപ്പാനിലെ പ്രധാനമന്ത്രിക്ക് അദ്ദേഹം കൊടുത്തത് ഒരു ഭഗവത്ഗീതയാണ്. ഇപ്പോഴിതാ പുടിനും അദ്ദേഹം ഭഗവത്ഗീത സമ്മാനിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി റഷ്യൻ പ്രസിഡന്റ് പുടിൻ എത്തിയപ്പോൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6:45 ഡൽഹിയിലെ പാലം വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന് വിമാനമിറങ്ങിയത്. ഇവിടെ പ്രധാനമന്ത്രി മോദി തന്റെ സുഹൃത്ത് പുടിനെ ആലിംഗനത്തോടെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. റഷ്യൻ പ്രസിഡന്റിനെ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് സ്വീകരിച്ചത്. അതിനുശേഷം പ്രധാനമന്ത്രി മോദിയും പുടിനും ഒരേ കാറിൽ പ്രധാനമന്ത്രി ആവാസിലെത്തി. പുടിൻ ഒരു സ്വകാര്യ അത്താഴ വിരുന്ന് സംഘടിപ്പിച്ചു. അതിനുശേഷം പ്രധാനമന്ത്രി മോദി പുടിന് ഭഗവത്ഗീത സമ്മാനിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിതെന്ന് നമുക്ക് പറയാം. ഇന്ന്, അതായത് ഡിസംബർ 5-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ഡൽഹിയിൽ നടക്കുന്ന 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിലും പുടിൻ പങ്കെടുക്കും. നിലവിൽ പുടിന്റെ സുരക്ഷയെ സംബന്ധിച്ച് ഡൽഹിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പുടിൻ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഡൽഹിയുടെ സുരക്ഷ അതീവ ജാഗ്രതയിലാണ് ഡൽഹി എന്നുള്ള കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല. തന്റെ സുഹൃത്ത് പുടിനെ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. എക്സ് പ്ലാറ്റ്ഫോമിലാണ് ഈ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയത്. എൻ്റെ സുഹൃത്ത് പ്രസിഡന്റ് പുടിനെ ഡൽഹിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇന്ന് വൈകുന്നേരവും നാളെയും പുടിനുമായും എൻ്റെ കൂടിക്കാഴ്ചകൾക്കായി ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം കാലത്തിന്റെ പരീക്ഷണത്തെ അതിജീവിച്ചു. ഇത് നമ്മുടെ ജനങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. പാലം വിമാനത്താവളത്തിൽ നിന്ന് ഒരേ കാറിലാണ് ഇരു നേതാക്കളും പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തിയത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.